Hi friends, welcome to my YouTube channel H Media. Traders Max Beginner to Advanced Tutorials in 60-second lesson ആണിത്. ഈ ലെസണിലൂടെ വീറേ സ്വിച്ച് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സീനിലെ ഒബ്ജക്റ്റുകളുടെ ടെക്സ്റ്റേഴ്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും ധാരാളം ഓപ്ഷൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഓപ്ഷൻസുകൾ ചെയ്യുന്നത് വളരെ ഈസിയായി നമുക്ക് ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻസ് ചെയ്യുന്നത് ഈസിയാക്കി മാറ്റാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ ഒരു വീറേ സ്വിച്ച് മെറ്റീരിയൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഈ ഒരു സീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സീനിലെ കബോർഡ് ഡോർസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു കബോർഡ് ഡോർസിൻ്റെ ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് വെനീർ മെറ്റീരിയൽസ്, ലെതർ മെറ്റീരിയൽസ് തുടങ്ങിയ നമുക്ക് ഈ ഒരു ഡോർസിൽ ഈസിയായി റീപ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ റെൻഡർ ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ എഡിറ്ററിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു കബോർഡ് ഡോർസിലേക്ക് ഈ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തുകൊണ്ട് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായോ റെൻഡർ ഔട്ട്പുട്ട് എടുക്കുന്നതിനായോ നമുക്ക് ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ്. വീറേ സ്വിച്ച് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു വീറേ മെറ്റീരിയൽ സെക്ഷനിൽ നിന്ന് ഈ ഒരു വീറേ സ്വിച്ച് മെറ്റീരിയൽസ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസിൻ്റെ പാരാമീറ്ററിൽ നമുക്കിവിടെ സ്വിച്ച് അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്ന ഈ ഒരു സെക്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് നമ്പർ അനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിയായി ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഈ ഒരു മെറ്റീരിയൽസ് എന്ന ഈ ഒരു സെക്ഷനിലേക്ക് ഓരോന്നായി നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മളിവിടെ ഈ ഒരു വുഡ് എന്ന ഈ ഒരു മെറ്റീരിയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ ഈ ഒരു മെറ്റീരിയൽസ് 0 എന്ന ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇൻസ്റ്റൻസ് തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അടുത്തായി നമ്മൾ ഈ ഒരു ലെതർ മെറ്റീരിയലാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ 1 എന്ന ഈ ഒരു സ്ലോട്ടിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായി നമുക്കൊരു ഗ്ലോസി വുഡ് വെനീർ മെറ്റീരിയൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽസിൻ്റെ പേര് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽസിനെയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പാരാമീറ്ററിൽ 0 to 4 എന്ന ഈ ഒരു സെക്ഷനിൽ 5 മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കബോർഡ് ഡോർസിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു കബോർഡ് ഡോർസ് ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോർസിലേക്ക് അസൈൻ ചെയ്യാം. നമ്മൾ ഈ ഒരു ഡോർസിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽ ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്വിച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിനെ ചെക്ക് ചെയ്യാം. നമ്മളുടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസിൽ ഡിഫോൾട്ടായി 0 എന്ന വാല്യൂ ആണ് ഇവിടെ സെറ്റ് ആയിരിക്കുക. നമ്മൾ ഈ ഒരു 0 എന്ന ഈ ഒരു ടാബിൽ നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു മെറ്റീരിയലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഈ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് ഈ ഒരു വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽസ് ഈസിയായി നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു 1 എന്ന ഈ ഒരു നമ്പറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലെതർ മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു സ്വിച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ 1 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാം. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇതിൽ റീപ്ലേസ് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു സ്വിച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഈ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഈസിയായി ഓരോ മെറ്റീരിയൽസും നമുക്ക് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്വിച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇതുപോലെ നമുക്ക് വളരെ ഈസിയായി മെറ്റീരിയൽസിൻ്റെയും ടെക്സ്റ്റൈൽസിൻ്റെയും ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.